പൊൻകനി വ്ളോഗ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ജനുവരി 30 കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യൻ പത്രദിനം ജനുവരി 29. ആദ്യ ഇന്ത്യൻ പത്രം ബംഗാൾ ഗസറ്റ് 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രാധിപരായി പുറത്തിറങ്ങി. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യൻ പത്രദിനം ജനുവരി 29 നമ്മൾ ആചരിക്കുന്നത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം മദർ മേരി കം ടു മീ എന്ന പുസ്തകത്തിന് മദർ മേരി കം ടു മീ അരുന്ധതി റോയിയാണ് പുസ്തകം എഴുതിയത്. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181. ഇന്റലിജൻസ് ബ്യൂറോ MDS പരീക്ഷയിൽ 27-ാം തീയതി നടന്ന MDS പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. ദുരന്ത സാധ്യത പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകുന്ന കവചം പദ്ധതി കേരളത്തിൻ്റെതാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ജേതാക്കൾ മഹാരാഷ്ട്ര. വേദി പാട്നയായിരുന്നു. 2025 ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം വാട്സാപ്പിന് പകരം ഉപയോഗിച്ച ഇന്ത്യൻ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് സംഭവ്. 2025 ലോക്പാൽ മുദ്രാവാക്യം പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നുകാട്ടുക. ലോക്പാൽ നന്നായി നോക്കണം. ലോക്പാലിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിലെത്തിക്കാൻ പുതിയ കുടുംബശ്രീ ബ്രാൻഡാണ് കെ ഇനം. മണിപ്പൂർ വംശീയ കലാപം അന്വേഷിക്കാൻ നിയോഗിച്ച സുപ്രീം കോടതി 3-അംഗ സമിതിയാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ, ജസ്റ്റിസ് ശാലിനി ജോഷി, ജസ്റ്റിസ് ആശാ മേനോൻ. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമാണ്. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരയിൽ പ്രവർത്തിച്ച രഹസ്യ ഡ്രഗ് മെഫ്രെഡോൺ നിർമ്മാണശാല തകർക്കാൻ റവന്യൂ ഇൻ്റലിജൻസ് ദൗത്യമാണ് ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. മെഫ്രെഡോൺ എന്നത് ഒരു ഡ്രഗാണ്. ഇത് നിർമ്മിക്കുന്ന രഹസ്യശാല റവന്യൂ ഇൻ്റലിജൻസിൻ്റെ സഹ്യാദ്രി ചെക്ക്മേറ്റ് എന്ന ദൗത്യത്തിലൂടെ നശിപ്പിച്ചു. 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ജിനാലി മോദി. ആരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചിത്രമാണ് കതിരവൻ. കേരള ബഡ്ജറ്റ് പ്രധാന കാര്യങ്ങൾ. ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റുകളിൽ ഒന്നായിരുന്നു. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക തുക മാറ്റിവെച്ചിട്ടുണ്ട്. നികുതി വരുമാനം കൂടി. ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 25% കേന്ദ്ര വിഹിതം, ബാക്കി സംസ്ഥാന വിഹിതമാണ്. നോൺ ടാക്സ് റവന്യൂ വർധനവ് ഉണ്ടായി. കേരളത്തിൻ്റെ GSDP ഗ്രോത്ത് 6.19% ആണ്. പദ്ധതികൾ അഷ്വേർഡ് പെൻഷൻ പദ്ധതി. പങ്കാളിത്ത പെൻഷന് പകരം ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി. സൗജന്യ ഡിഗ്രി വിദ്യാഭ്യാസം കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ. ലൈഫ് സേവർ സ്കീം. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ. സൈബർ വാലി. കൊച്ചി ഇൻഫോ പാർക്കിൽ AI ഹബ്ബ് സ്ഥാപിക്കും. വർക്ക് നിയർ ഹോം. കൊട്ടാരക്കര പദ്ധതി 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. നേറ്റിവിറ്റി കാർഡ്. കേരളീയ പൗരന്മാർക്ക് ഡിജിറ്റൽ നേറ്റിവിറ്റി കാർഡ് നൽകും. സ്വിഗ്ഗി സൊമാറ്റോ തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം ഗിഗ് ഹബ്. ഭിന്നശേഷിക്കാർക്ക് ഭവന പദ്ധതി 50 വീട്. അംഗനവാടി ആശാ പെൻഷൻ 1000 രൂപ കൂട്ടി. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3820 കോടി രൂപ മാറ്റിവെച്ചു. മുതിർന്ന പൗരന്മാർക്ക് ഫ്രീ ന്യൂമോണിയ വാക്സിൻ നൽകും. 2026 ജനുവരിയിൽ ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻറ്റിസ്റ്റ് പ്രവർത്തിക്കുന്ന ഡൂംസ്ഡേ ക്ലോക്ക് അർദ്ധരാത്രിയിൽ നിന്ന് എത്ര സമയം അകലെയാക്കി? 85 സെക്കൻഡ്. അർദ്ധരാത്രിയോട് എത്ര അടുക്കുന്നുവോ ലോകം ദുരന്തങ്ങളോട് അത്രയും അടുക്കുന്നു. സമയം ക്രമീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. ആണവ ഭീഷണി, യുദ്ധം, കാലാവസ്ഥ പ്രതിസന്ധി ഇതാണ് സമയമാറ്റത്തിന് കാരണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. കൂടുതൽ സ്റ്റഡി വ്ളോഗ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സിനായി പൊൻകനി വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.